ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. തൊഴുപ്പാടം ശ്രീമുരുകൻ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന 14ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. ചടങ്ങുകൾക്ക് തീയന്നൂർ മന ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 22 മുതൽ ആരംഭിച്ച പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ വിവിധ കലാപരിപാടികളും ചടങ്ങുകളും നടന്നിരുന്നു. സമാപന ദിവസമായ ചൊവ്വാഴ്ച കാലത്ത് ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, ഉദയാസ്തമന പൂജ എന്നീ ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് മൂരിയൽ പടിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ശ്രീമുരുകൻ ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. വൈകിട്ട് ശിങ്കാരിമേളവും അരങ്ങേറി. തുടർന്ന് ദീപാരാധന, ചുറ്റുവിളക്ക്, മുഴുക്കാപ്പ്, കളഭച്ചാർത്ത്, പുഷ്പാലങ്കാരം എന്നീ ചടങ്ങുകൾ നടന്നു. രാത്രി ഡബിൾ തായമ്പകയും അരങ്ങേറി. ചടങ്ങുകളിലും കലാപരിപാടികളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ഇവിടുത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ 10 ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 ദിവസത്തിലേക്ക് ആക്കി മാറ്റി. അതിൻ്റെ എല്ലാ സഹായങ്ങളും നമ്മുടെ ഈ നാട്ടിൻ്റെ നാട്ടിൽ നിന്ന് എല്ലാ ആളുകളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട ഇത് കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും മെയിനായിട്ടുള്ള ഇതിൽ അന്നദാനമാണ്. അന്നദാനം പറഞ്ഞാൽ രാവിലെ കാലത്ത് അന്നദാനം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് അന്നദാനം. അത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കാലത്ത് 7 മണി മുതൽ 10 മണി വരെയും, ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെയും, വൈകിട്ട് 7 മുതൽ 9 മണി വരെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളെ നല്ല സപ്പോർട്ടും എല്ലാ ഭാഗത്തും ഉണ്ട്. ഇതിലേക്ക് ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ബ്രദേഴ്സ് ക്ലബ്ബാണ്. അവരും അതുപോലെ തന്നെ യുവതാര ആർട്സ് ആൻഡ് മ്യൂസിക് ക്ലബ്ബ്, അതുപോലെ വനിതാ കൂട്ടായ്മ. നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ എവിടെ തന്നെ ഇതുപോലെ വനിതാ കൂട്ടായ്മ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലൊരു സംവിധാനമാണ് അവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ IAD മച്ചാൻസ്, അതുപോലെ തന്നെ നമ്മുടെ മുരിയിൽപ്പടി ഭാഗത്തു നിന്നുള്ള ക്ലബ്ബ്, അവരും കൂടി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഈ നിലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്പലം ഒരു കുടുംബക്ഷേത്രമായിരുന്നു. പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ പരിപാടി ഈ കമ്മിറ്റിക്കാരെ ഏറ്റെടുത്തതിന് ശേഷം വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. സാധാരണ പോലെ എല്ലാ അമ്പലത്തിലെ പോലെ ഒരു പിരിവോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നടന്ന് പിരിക്കാറില്ല. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും ക്ഷണിക്കാറുണ്ട്. എല്ലാവരും കൂടി ഉൾപ്പെട്ടിട്ടാണ് ഇവിടുത്തെ അന്നദാനത്തിന് സദ്യ വിളമ്പാൻ കൂട്ടായ്മയിൽ നിൽക്കുന്നത്. എല്ലാ ക്ലബ്ബുകാരും ഇതിൽ സഹകരിക്കുന്നുണ്ട്. പിന്നെ വനിതാ കൂട്ടായ്മ അവരുടെ സംഭാവനയായിട്ട് നാടൻപാട്ട് ചെയ്യുന്നുണ്ട്. ക്ലബ്ബുകാരുടെ വകയായിട്ട്
ഗാനമേള. ഈ വർഷം മുതൽ ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്തിപരമായിട്ടുള്ളത് ഒരു ഭജന ഗ്രൂപ്പിൻ്റെ വകയായി ഇന്നലെ ഇവിടെ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമ അർച്ചന നടന്നിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078 000 222 62 384 22503.